ഹായ് ഓൾ, ഇന്ന് നമുക്ക് ചിക്കൻ വെച്ചിട്ടൊരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കിയാലോ. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം, കാരണം ഇതിൽ മസാലയൊന്നും ആയിട്ട് സമയം കളയാനില്ല. ഇതൊരു ചീസി ചിക്കനാണ്, അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. ഇത് ചപ്പാത്തി, പൊറോട്ട, നാനി എന്നിൻ്റെ കൂടെയൊക്കെ പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. മാത്രമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ബർഗർ പാറ്റീസിലും സാൻഡ്വിച്ചിലൊക്കെ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കണം, കാരണം ഇത് അത്രക്കും പെർഫെക്റ്റ് കോമ്പിനേഷനാണ് എല്ലാത്തിൻ്റെ കൂടെയും. അപ്പം നമുക്ക് ഈ ടർക്കിഷ് ചിക്കൻ്റെ റെസിപ്പി നോക്കാം. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഞാനിവിടെ 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത് മൂന്നും ഒന്ന് ചതച്ചെടുക്കണം. ഞാൻ ഈ 3 ഐറ്റംസും ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ആദ്യം നമ്മളിപ്പോൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയുള്ളി, വെളുത്തുള്ളി, ജിഞ്ചറിലെ ഇതിലോട്ടേക്ക് ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ നാരങ്ങാ നീര്. ഇനി ഇതിലോട്ടേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ യോഗേർട്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിനെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാന് ചൂടാകുമ്പോൾ ഞാൻ ഇതിലോട്ടേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കനിൽ അതിട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ആക്കിയേക്ക്. ഇനി നമുക്ക് ഇതിനെ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇത് ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണേ. ഇനി ഇത് അവിടുന്ന് കുക്കാവട്ടെ. ആ സമയം നമുക്ക് ഇതിലോട്ടുള്ള വൈറ്റ് സോസ് ഉണ്ടാക്കാം. ഇനി നമുക്ക് വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഇവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ടേക്കൊരു 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ബട്ടർ നല്ലപോലെ മെൽട്ടായിക്ക്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് മൈദ ആഡ് ചെയ്യാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മൈദയാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ടേക്ക് ഒരു 1/4 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർക്കുന്നുണ്ട്. ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. മൈദൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് അതിനുശേഷം നമുക്ക് ഇതിലോട്ടേക്ക് 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനൊന്ന് കുറുക്കിയെടുക്കണം. മൈദ ഉള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ കുറുകി വന്നോളും. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഒറിഗാനോ. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് ഏകദേശം ഇത് നല്ലപോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട്, കാരണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാതല്ലേ ഇതെല്ലാം ചെയ്തത്. ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. ഇനി നമ്മൾ ചിക്കനിലോട്ടേക്ക് പോവാം. ചിക്കൻ ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് അത്യാവശ്യം ഗ്രേവി ഉണ്ട്. നമുക്ക് ഇത്ര ഗ്രേവി വേണ്ട, ഒന്ന് ഇതിനെ വറ്റിച്ചെടുക്കാം. നമുക്ക് ഇതിന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെക്കാതെ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നാൽ പെട്ടെന്ന് വെള്ളമൊക്കെ വറ്റി കിട്ടും. ഈ ഒരു പാകത്തിൽ വറ്റിച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഒന്നും കൂടി ഡ്രൈ ചെയ്യണമെങ്കിൽ ഡ്രൈ ചെയ്യട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത വൈറ്റ് സോസില്ലേ, അത് ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഇട്ട് കൊടുക്കണം. മുകളിൽ ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കണേ. ഇതുപോലെയാണ് വേണ്ടത്. ഇനി നമുക്ക് 1 കപ്പ് മൊസറല്ല ചീസ് വേണം. അത് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കണം.
ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. ഇനി നമുക്കിതിനെ അടിച്ച് വെച്ചിട്ട് ആ ചീസിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റ് 1.5 മിനിറ്റ് കൊണ്ട് തന്നെ ആവും. അത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണേ. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ല, ചീസൊക്കെ നല്ലപോലെ മെൽട്ടായിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൽ ചീസുള്ളതുകൊണ്ട് ആ ചൂടോടെ കൂടെ തന്നെ കഴിക്കണേ. അപ്പോഴാണ് ആ കറക്റ്റ് ആ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ടർക്കിഷ് ചിക്കൻ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ പറയണേ. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് ഇഷ്ടമായാൽ ഈ വീഡിയോ കണ്ടു ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ നോട്ടിഫിക്കേഷൻ ബാർ ഒന്ന് ഓൺ ആക്കണേ. അപ്പോഴാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.